ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യുക്കാലോലിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ NCERT 6th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിലെ 4th ചാപ്റ്ററായ മാപ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ജോഗ്രഫി, അതുപോലെ തന്നെ സയൻസ് ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കയറി കാണണം കേട്ടോ. തുടർന്ന് ഞങ്ങൾ ഇടുന്ന ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കറക്റ്റ് ടൈമിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതോടെ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാപ്സ് എന്താണ്? മാപ്സ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മാപ്സ് അല്ലെങ്കിൽ ഭൂപടം. നമ്മുടെ ഭൂമിയിലുള്ള പ്രദേശങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ മാപ്സും ഗ്ലോബ്സും ഒക്കെ. നമുക്കറിയാം ഗ്ലോബും മാപ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഗ്ലോബും അതിൻ്റെ പ്രത്യേകതയും എല്ലാം. എർത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ, അതായത് എർത്തിലുള്ള പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്ലോബ് ആവശ്യമാണ്. ബട്ട് ഓരോ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിലോ, ഇപ്പോൾ തന്നെ ഗ്ലോബ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് കോണ്ടിനെൻസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കേ ഉള്ളൂ ഇന്ത്യ എന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഗ്ലോബിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് ആരാണത് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാപ്സ്. അപ്പോൾ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്സ് എർത്ത് സർഫസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അതെങ്ങനെയാണ്? ഫ്ലാറ്റ് സർഫസിലായിരിക്കും വരയ്ക്കുക. അതായത് ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള പേപ്പറോ ചാർട്ടോ എന്തിൽ വേണോ ആവാം. ഇപ്പോൾ അതോറിറ്റീസൊക്കെ ഇറക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാപ്പ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇറക്കുക. നമ്മൾ മാപ്പ് വരയ്ക്കാറില്ലേ? നമുക്ക് കേരളത്തിൻ്റെ മാപ്പ് വരയ്ക്കാൻ അറിയാം, ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ അറിയാം. നമ്മൾ ചാർട്ടിലും അതുപോലെ പേപ്പറിലും ഒക്കെ മാപ്പ് വരയ്ക്കാറുണ്ട്. അതെന്താ? ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലല്ലേ നമ്മൾ വരയ്ക്കുന്നത്, അല്ലാതെ അതിന് പ്രത്യേക ഷേപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ ആ ഫ്ലാറ്റ് സർഫസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് വെറുതെ അങ്ങ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഇതിനൊരു പ്രത്യേക സ്കെയിൽസ് ഉണ്ടാവും. ഓരോ മാപ്പിനും എന്തുണ്ടാവും? സ്കെയിൽസ് ഉണ്ടാവും. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. പലതരത്തിലുള്ള മാപ്പുകളുണ്ട്, നിങ്ങൾക്കറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പലതരത്തിലുള്ള മാപ്പുകൾ. അതായത് വേൾഡ് മാപ്പുണ്ട്, ഇന്ത്യയുടെ മാപ്പുണ്ട്, കേരളത്തിൻ്റെ മാപ്പുണ്ട്. അതുപോലെ തന്നെ ചില മാപ്പുകളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ചില മാപ്പുകളാണെങ്കിൽ ഒരു വലിയ പ്രദേശമായിരിക്കും ഉൾക്കൊള്ളിക്കുക, അതിന് കുറച്ച് ഇൻഫർമേഷൻസേ കാണുള്ളൂ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാപ്സുകളുണ്ട്. നമുക്കിനി മാപ്സ് എത്ര തരത്തിലുണ്ട്, അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മാപ്പാണ് ഫിസിക്കൽ മാപ്സ്. ഫിസിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ എന്താ? അതിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാപ്സിൽ ഹെഡിങ് കാണാം, ഫിസിക്കൽ മാപ്പാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാപ്പാണോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഫിസിക്കൽ മാപ്പ് ഉണ്ട്. ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫിസിക്കൽ മാപ്പ് എന്താണ്, പൊളിറ്റിക്കൽ മാപ്പ് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ്? ഫിസിക്കൽ മാപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ മാപ്സ് ഉണ്ട്, തീമാറ്റിക് മാപ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ മാപ്സ് ആണ്. അപ്പോൾ പേര് പോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ ഉൾപ്പെടുക. അതായത് നാച്ചുറലി ഉള്ള ഫീച്ചേഴ്സ്, അതായത് മൗണ്ടെയിൻസ് ഉണ്ടാവും, പ്ലെയിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ റിവേഴ്സ്, നദികളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ മാപ്പിൽ നോക്കുമ്പോൾ എന്താണ്? മൗണ്ടെയിൻ ഏത് തൊട്ട് ഏത് വരെയാണ്, ഏതൊക്കെ സ്റ്റേറ്റിലാണ് മൗണ്ടെയിൻ ഉള്ളത്. ഒരു നദിയുണ്ട്, ഇപ്പോൾ ഗംഗാ നദി ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ഒഴുകി പോകുന്നത് ഒക്കെ നമുക്ക് എന്താണ് ഈ ഫിസിക്കൽ മാപ്പ് നോക്കിയാലാണ് മനസ്സിലാവുക. അല്ലാണ്ട് പൊളിറ്റിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? ഫിസിക്കൽ മാപ്സിലാണ് നോക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് പൊളിറ്റിക്കൽ മാപ്സ്. പേര് തന്നെയുണ്ട്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മാപ്പ് കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന മാപ്പ് പൊളിറ്റിക്കൽ മാപ്സ് ആണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ എന്താ കാണുക? നമ്മുടെ രാജ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് കാണും, ഓരോ സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറീസ് കാണും, അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ്, ടൗൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കും. ഇതിൽ നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരളയുണ്ട്. അവിടെ എന്താ ഉണ്ടാവുക? നമ്മുടെ 14 ഡിസ്ട്രിക്റ്റും കറക്റ്റായിട്ട് അതിൻ്റെ ബോർഡേഴ്സും ഒക്കെ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ ഒഴുകുന്ന ഒരു നദി ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടിയാണ് ഒഴുകുന്നതെന്ന് നമുക്ക് പൊളിറ്റിക്കൽ മാപ്പ് നോക്കിയാൽ മനസ്സിലാവൂ? ഇല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഫിസിക്കൽ മാപ്പ് നോക്കണം. ബട്ട് ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓരോ ജില്ലകളുടെ ബൗണ്ടറീസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും
അവിടെയുള്ള സിറ്റീസോ ടൗൺസോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ നോക്കേണ്ടത്? പൊളിറ്റിക്കൽ മാപ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ദെൻ തേർഡ് ടൈപ്പ് ഓഫ് മാപ്പാണ് തീമാറ്റിക് മാപ്സ്. പേര് തന്നെയുണ്ട്, അതിനൊരു സ്പെസിഫിക് തീം കാണും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ മാപ്സ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണോ അതിലെ തീം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ റോഡ്സിനെ കുറിച്ചുള്ള ഒരു മാപ്പ്, അപ്പോൾ ആ മാപ്പിൽ റോഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാത്രമേ കാണുള്ളൂ. ദെൻ പോപ്പുലേഷനെ കുറിച്ചുള്ള മാപ്പ്, അപ്പോൾ ആ മാപ്പിൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലം മനസ്സിലാവും, ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഉള്ള സ്ഥലം മനസ്സിലാവും. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അതിൽ കാണുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ സാധാരണ കാണാറുള്ള മാപ്സ് പലതും തീമാറ്റിക് മാപ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാഠത്തിലേക്ക് കാണാറില്ലേ, ഇപ്പോൾ ഒരു കൾട്ടിവേഷൻ, അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള പാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ റൈസ് കൾട്ടിവേഷനെ കുറിച്ച് ഉള്ളൊരു മാപ്പ് കാണുകയാണ്. അപ്പോൾ ആ മാപ്പിൽ എന്താ പറയുക? അവിടുത്തെ തീം റൈസ് കൾട്ടിവേഷൻ. അപ്പോൾ നമുക്ക് മാപ്പ് നോക്കുമ്പോൾ ഈസി ആയിട്ട് എവിടെയാണ് കൾട്ടിവേഷൻ കൂടുതലെന്നും കുറവെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് തീമാറ്റിക് മാപ്സ്. ഒരു സ്പെസിഫിക് തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ പല പല എക്സാമ്പിൾസ് ഉണ്ട്. അതിപ്പോൾ റെയിൻഫോൾ ആവാം, റോഡ്സിനെ കുറിച്ചുള്ളതാവാം, പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ളതാവാം. ഇങ്ങനെ ഒരു സ്പെസിഫിക് തീമിനെ കുറിച്ച് വരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ആ മാപ്പിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കാണും കൺട്രിയുടെ പേരും എന്താണ് തീം എന്നുള്ളതും അതിൽ തന്നെ കാണും. പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ എന്ന് കാണും. അതാണ് തീമാറ്റിക് മാപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാപ്സിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പഠിക്കാം. ദർ ആർ 3 കമ്പോണൻസ് ഓഫ് മാപ്സ്. മാപ്സിന് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ്, ദെൻ സെക്കൻഡ് വൺ ഡയറക്ഷൻ ആൻഡ് തേർഡ് വൺ സിംബൽ. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള പ്രദേശങ്ങളെ റെഡ്യൂസ് ചെയ്താണ് മാപ്പിലും ഗ്ലോബിലും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളെ അല്ലെങ്കിൽ ഭൂമി അതേ സൈസിൽ നമുക്ക് ഒരിക്കലും ഗ്ലോബോ മാപ്പോ ഒന്നും ആക്കാൻ പറ്റില്ലല്ലോ. കാരണം അത് വലിയ ഹ്യൂജ് ആയിട്ടുള്ള കാര്യമല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ട് വേണം ഈ മാപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് അതിനെങ്ങനെയാണ് മീൻസ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ചുമ്മാ ഏതെങ്കിലും ഒരു അളവിൽ അല്ല അതിനെ യഥാർത്ഥത്തിൽ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു സ്കെയിൽ ഉണ്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ് സ്കെയിൽ എന്ന് പറയുന്നത്. മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് നമുക്ക് സ്കെയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്കെയിലിൻ്റെ ബേസിലാണ് ഈ മാപ്പിനെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സ്കെയിലിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ സ്കെയിൽ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ഷോൺ ഓൺ ദ മാപ്പ്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസിൻ്റെയും അതോടൊപ്പം നമ്മളത് മാപ്പിലാക്കി ചെറുതാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മാപ്പിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു തരാം. നിങ്ങളുടെ വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായാലും ഇപ്പോൾ ജസ്റ്റ് നമുക്കതൊരു 10 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. 10 കിലോമീറ്റർ 10 കിലോമീറ്റർ നമുക്കിവിടെ മാപ്പിൽ വരയ്ക്കാൻ പറ്റുമോ? പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ടിലോ ഒക്കെ പറ്റുമോ വരയ്ക്കാൻ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 10 കിലോമീറ്ററിനെ റെഡ്യൂസ് ചെയ്യും. എങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു 2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ ഒക്കെ ആക്കും. ഇപ്പോൾ നമുക്ക് 2 സെൻറ്റിമീറ്റർ ആക്കും എന്ന് വിചാരിക്കാം. അതായത് 10 കിലോമീറ്റർ റെപ്രസെൻറ്റ്സ് 2 കിലോമീറ്റർ ഓൺ മാപ്പ്. ഓക്കെ, അതായത് 10 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട് റെപ്രസെൻറ്റ്സ് 2 സെൻറ്റിമീറ്റർ ഓൺ ദി മാപ്പ്. അതായത് നമ്മുടെ മാപ്പിലെ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടിൽ 10 കിലോമീറ്റർ ആണ് നമ്മുടെ മാപ്പിൽ എഴുതിയേക്കും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എന്താണ്? അപ്പോൾ നമ്മുടെ ഇത്രയും വലിയ ഭൂമിയിലെ ഈ പ്രദേശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ എന്താണ്, ഇത്രയും വലിയ ഇന്ത്യ നമ്മൾ വരയ്ക്കുമ്പോൾ എത്രയോ സ്ക്വയർ കിലോമീറ്ററിൽ നമ്മൾ ഇന്ത്യ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും വലിയ പ്രദേശങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പേപ്പറിലേക്ക് അതുപോലെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചുമ്മാ എന്തെങ്കിലും അങ്ങ് വരച്ച് വെക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ടിലെ 10 കിലോമീറ്റർ, മാപ്പിലെ 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പറഞ്ഞതുപോലെ. അതുപോലെ പലതരത്തിൽ സ്കെയിൽസ് പറയുന്നു. അത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിലും ആ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും മാപ്പിൽ കൊടുക്കുക. മാപ്പിൽ അതത് മാപ്പിൻ്റെ
ഇത് കൊടുത്തേക്കും. കാരണം ഇത്രയും വലിയ മാപ്പ് ആയതുകൊണ്ട് നമുക്ക് മാപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, സ്കെയിലിൽ അതുപോലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വലിയ മാപ്പ് ആയതുകൊണ്ട് 500 കിലോമീറ്റർ ആയിരിക്കും 1 സെൻറ്റിമീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് സാധാരണ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സെൻറ്റിമീറ്റർ അല്ലേ യൂസ് ചെയ്യുക, സ്കെയിലിലെ സെൻറ്റിമീറ്റർ. അപ്പോൾ ചിലപ്പോൾ 1000 കിലോമീറ്റർ ആയിരിക്കും, 1000 കിലോമീറ്ററിനെ ആയിരിക്കും മാപ്പിൽ 1 സെൻറ്റിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് താഴെ സ്കെയിലായിട്ട് കൊടുക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആ സ്കെയിൽ വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്കെയിൽസിൻ്റെ ബേസിൽ മാപ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്മോൾ സ്കെയിൽ മാപ്സും ലാർജ് സ്കെയിൽ മാപ്സും. ആദ്യം നമുക്ക് സ്മോൾ സ്കെയിൽ മാപ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വേൾഡ് മാപ്പ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പ്, ഇതൊക്കെ സ്മോൾ സ്കെയിൽ മാപ്സിന് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ എന്താണ്, നോക്കൂ, ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ്. അവിടെ ചിലപ്പോൾ എന്തായിരിക്കും, മാപ്പിൽ 5 സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 500 കിലോമീറ്ററോ 1000 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും. അതായത് ഒരു വലിയ പ്രദേശത്തെ നമ്മൾ ചെറിയ സ്കെയിലിലാക്കിയിട്ട് ഇവിടെ എന്താണ് ഈ മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. എന്താണ്, വലിയൊരു പ്രദേശത്തെ നമ്മൾ എന്താണ് ചെറിയ ഒരു രീതിയിലാക്കിയിട്ട് സ്മോൾ സ്കെയിലാക്കി മാറ്റിയിരിക്കുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, ആ മാപ്പിലുള്ള 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, ആ പ്രദേശത്തിന് 1 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ 500 കിലോമീറ്ററോ 1000 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കാം. അതാണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ മാപ്സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു സ്മോൾ ഏരിയ ആയിരിക്കും, ഒരു വില്ലേജോ ഒരു ടൗണോ, ഇപ്പം നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണ്, അതാണെങ്കിൽ എന്തായിരിക്കും, അത് ലാർജ് സ്കെയിൽ മാപ്സ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഒരു ചെറിയ പ്രദേശത്ത് വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേൾഡ് മാപ്പിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കുഞ്ഞു പ്രദേശത്ത് നിങ്ങളുടെ വില്ലേജിലെ ഇൻഫർമേഷൻസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ വില്ലേജിൻ്റെ ഒരു മാപ്പാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് പ്രദേശത്തെ 500 മീറ്ററിനെയോ 1 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് കുറച്ച് പ്രദേശമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് ലാർജ് സ്കെയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതാണ് ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, അവർക്ക് എളുപ്പമാണ്. സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രദേശത്തെ ചെറിയ സ്കെയിലാക്കി പറയുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. ദെൻ ലാർജ് സ്കെയിൽ മാപ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ മാപ്പായിരിക്കും. അതായത് അവിടെ എന്തായിരിക്കും, സ്കെയിൽ ചെറിയ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മറ്റതുപോലെ 500 1000 കിലോമീറ്റർ ഒന്നും കാണില്ല. ചിലപ്പോൾ 1 കിലോമീറ്ററോ അതുപോലെ 500 മീറ്ററോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ലാർജ് സ്കെയിൽ മാപ്സിൽ. ഓർത്ത് വെച്ചാൽ മതി, സ്മോൾ സ്കെയിൽ മാപ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ വേൾഡ് മാപ്പും നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പും ഒക്കെ. അത് ഓർക്കുമ്പോൾ തന്നെ മറ്റത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇതിൽ ഏത് മാപ്പിലായിരിക്കും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുക? സ്വാഭാവികമായിട്ടും ലാർജ് സ്കെയിൽ മാപ്സിലായിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്, ഒരു ചെറിയ ഏരിയൻ്റെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിക്കാൻ അതിന് കഴിയും. അപ്പോൾ മാപ്പ് വലുതാവും തോറും, അതായത് മീൻസ് മാപ്പിൽ ഉൾപ്പെടുന്ന ഏരിയാസ് വലുതാവും തോറും, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് മാപ്പിലേക്കാളും കുറവ് ഇൻഫർമേഷൻസേ ഒരു സ്റ്റേറ്റിൻ്റെ മാപ്പിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതിനേക്കാളും കുറവേ ആ രാജ്യത്തിൻ്റെ മാപ്പിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, അതായത് ഇപ്പോൾ വേൾഡ് മാപ്പിലൊക്കെ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ പേര് മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. ചിലപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 സ്ഥലങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ടാവും, അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ആ രാജ്യത്തെ സ്റ്റേറ്റും അതിൻ്റെ ക്യാപിറ്റലും ആയിരിക്കും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. ഡിസ്ട്രിക്റ്റിലോട്ട് വരുമ്പോഴോ കുറച്ചും കൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ മാപ്പ് മീൻസ് അതിൻ്റെ ഏരിയാസ് കുറഞ്ഞു വരുന്തോറും നമുക്ക് കൂടുതൽ ആ ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് ലാർജ് സ്കെയിൽ മാപ്സിൽ നിന്നാണ്. സ്മോൾ സ്കെയിൽ മാപ്സിൽ ജസ്റ്റ് പേരൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം അത് ലാർജ് ഏരിയയുടെ മാപ്പാണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ദിശ. നമുക്ക് ഏതൊക്കെ ഡയറക്ഷനാണ് ഉള്ളത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, നമ്മുടെ മാപ്സിൽ മോസ്റ്റ് ഓഫ് ദ മാപ്സിലും ഉണ്ടാകുന്ന ഡയറക്ഷനാണ് നോർത്ത്. ആ നോർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് N എന്ന ലെറ്റർ വെച്ചിട്ടാണ്. നമ്മുടെ മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ റൈറ്റ് കോർണറിൽ വലതുവശത്തെ മുകളിലുള്ള കോർണറിൻ്റെ അവിടെ നമുക്ക് N എന്ന ലെറ്റർ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നില്ല, ഇതൊരു മാപ്പിൽ കൊടുത്തേക്കുന്നതാണ്. ഇതുപോലെ N എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് എല്ലാ മാപ്സിലും കാണാൻ പറ്റും. കാരണം എന്താണ്,
അത് ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നോർത്ത് എന്ന ഡയറക്ഷൻ അറിഞ്ഞാൽ തന്നെയും മറ്റുള്ള ഡയറക്ഷൻസ് എവിടെയാണെന്ന് ഊഹിക്കാൻ പറ്റും. അതായത് നോർത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, സൗത്ത്. അതുപോലെ തന്നെ ഈസ്റ്റും വെസ്റ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാ ഡയറക്ഷനും കൊടുക്കുന്നതിന് പകരം നോർത്ത് ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്നാണ് സ്വാഭാവികമായി സാധാരണയായി എല്ലാ മാപ്സിലും യൂസ്. നോർത്ത് ഡയറക്ഷൻ്റെ എന്നെന്ന് കാണിച്ചേക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ആരോയും കൂടി കൊടുത്തേക്കുന്നത് കണ്ടില്ലേ? എന്താണ് ആരോ? എന്തിനാണത്? നോർത്ത് ഡയറക്ഷൻ എന്നെന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് മനസ്സിലാവോ? ഇല്ല. നോർത്ത് ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് കാണിക്കുന്നതാണ് ആ ആരോ എന്ന് പറയുന്നത്. അത് പോയിന്റ് ചെയ്തേക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായും നോർത്ത് ആരോ മുകളിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുക. ഇതിനെ പറയുന്ന പേരാണ് നോർത്ത് ലൈൻ എന്ന്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് നോർത്ത് ലൈൻ. ഓക്കെ, അപ്പോൾ നോർത്ത് അല്ലാണ്ട് മറ്റേതൊക്കെ ഡയറക്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ്. ഇതിന് പറയുന്ന പേരാണ് കാർഡിനൽ പോയിന്റ്സ് എന്ന്. ഇതിന് പറയുന്ന പേരെന്താണ്? കാർഡിനൽ പോയിന്റ്സ്. നോക്കൂ, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇമാജിൽ നോക്കൂ, നോർത്ത് കണ്ടോ? ഇതാണ് നോർത്ത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഡയറക്ഷനാണ് എന്ത്? സൗത്ത്. ഈസ്റ്റ്, വെസ്റ്റ്. ഇതുപോലെ തന്നെയായിരിക്കും മാപ്പിൽ നോർത്ത് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഭാഗമായിരിക്കും, അല്ലെങ്കിൽ താഴോട്ടുള്ള ഭാഗമായിരിക്കും സൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും ഈസ്റ്റും വെസ്റ്റും. കൂടാതെ നിങ്ങൾ ഈ ഫിഗറിൽ തന്നെ നിങ്ങൾ മറ്റ് ചില ഡയറക്ഷൻസ് കാണുന്നില്ലേ? NESE എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണെന്നറിയോ? അതിനെ പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന്. ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതിന് ഇടയ്ക്ക് വരുന്ന ഡയറക്ഷൻസ് ആണ് ഈ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്, പഠിക്കാൻ ഈസിയാണ്. നമുക്ക് ഈ ഫിഗർ നോക്കി തന്നെ ബാക്കി മനസ്സിലാക്കാം. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കുള്ളതായിരിക്കും എന്ത്? നോർത്ത് ഈസ്റ്റ്. NE. നോർത്തിൻ്റെ Nഉം ഈസ്റ്റിൻ്റെ Eയും. കണ്ടോ? നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് വരുന്നത് എന്തായിരിക്കും? നോർത്ത് വെസ്റ്റ്. NW. കണ്ടോ? അതാണ് നോർത്ത് വെസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക് വരുന്നത് എന്തായിരിക്കും? അത് രണ്ടും കൂടി ചേർത്തങ്ങ് വായിച്ചാൽ മതി. സൗത്ത് ഈസ്റ്റ്. SE. അതുപോലെ തന്നെ അപ്പോൾ സൗത്ത് വെസ്റ്റ് ആണെങ്കിലോ? SW. സൗത്ത് വെസ്റ്റ്. ഇങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് പറയുക. ആദ്യം ഇപ്പോൾ മീൻസ് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ ആദ്യം നോർത്ത് പറയാം, അല്ലാണ്ട് വെസ്റ്റ് നോർത്ത് എന്ന് പറയില്ല, നോർത്ത് വെസ്റ്റ് എന്നേ പറയും. അതുപോലെ തന്നെ സൗത്ത് ആണെങ്കിലും സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് എന്നേ പറയൂ, അല്ലാണ്ട് ഈസ്റ്റ് സൗത്ത് എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ ഓർത്തോളം നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. ഇത് 3 ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ്. നിങ്ങൾക്ക് ഈ മാപ്പിൽ നിന്ന് ഡയറക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മാപ്പ് എടുത്തിട്ട് നോക്കുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ദെൻ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു സ്ഥലത്തിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സമുദ്രയാത്രകളൊക്കെ നടത്തുന്ന ആൾക്കാർ കോമ്പസ് കൊണ്ടുപോകാറുണ്ട്. കാരണം സമുദ്രം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ സ്ഥലവും ജലമാണ്, നമുക്ക് ഡയറക്ഷൻസ് മനസ്സിലാവില്ല. അപ്പോൾ കോമ്പസിൻ്റെ ഹെൽപ്പോട് കൂടി അവർക്ക് എന്താണ് ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത്. കോമ്പസ് വെച്ചിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് നീഡിൽ കണ്ടോ? ഇതാണ് മാഗ്നറ്റിക് നീഡിൽ. ഇത് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അത് പോയിന്റ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നോർത്ത് അറിയാമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്ത്. ഓക്കെ, അതാണ് ഈ കോമ്പസിന് എന്താ പറയുക? വടക്ക് നോക്കി യന്ത്രം എന്നാണ് പറയുന്നത്. കാരണം അത് നോർത്തിലേക്കായിരിക്കും അതിൻ്റെ നീഡിൽ ആരോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലം സൗത്ത്. പിന്നെ അത് വെച്ചിട്ട് തന്നെ അവർക്ക് ഈസ്റ്റും വെസ്റ്റും മനസ്സിലാക്കാൻ അറിയായിരിക്കും. ഇപ്പോൾ മലയാളത്തിലുള്ള പേര് വടക്ക് നോക്കി യന്ത്രമാണ്. അത് വെച്ചിട്ട് തന്നെ വടക്ക് ദിക്ക് ഏതാണെന്ന് നമുക്ക് കോമ്പസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കമ്പോണൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ്, ദെൻ ഡയറക്ഷൻ. ഇനി തേർഡ് കമ്പോണൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്, സിംബൽസ്. നിങ്ങൾ മാപ്സിൽ കണ്ടിട്ടില്ലേ? പല സിംബൽസ് എല്ലാ മാപ്സിലും കാണാൻ പറ്റില്ല. ബട്ട്
പല മാപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല സിമ്പിൾസ് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾസ് കാണുന്നത്? നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ ഷേപ്പ് വരച്ചു വെക്കാൻ പറ്റുമോ മാപ്പിൽ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾസ് യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾസ് യൂസ് ചെയ്ത് ഈ സംഭവങ്ങളെ അല്ലെങ്കിൽ ഈ ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ചിലപ്പോൾ ചില ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും ആ സിമ്പിൾസ്, ചിലപ്പോൾ ചില ഷെയ്ഡ്സ് ആയിട്ടായിരിക്കും, അതുപോലെ തന്നെ ചില കളേഴ്സിലായിട്ടും പിക്ചേഴ്സ്, ലൈൻസ്, അങ്ങനെ പല പല സിമ്പിൾസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എർത്തിലുള്ള ഓരോ ഒബ്ജക്ട്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മാപ്പിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ മാപ്സിന് എന്താണ്, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട്. മൊത്തത്തിലുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് മീൻസ് ആ സിമ്പിൾസ് വെച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒറ്റ യൂണിവേഴ്സൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള അതേ സിമ്പിൾസ് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ലണ്ടൻസിൽ ഉണ്ടാവുക. എല്ലാവരും ആ മാപ്സിൽ യൂസ് ചെയ്യുന്നത് സെയിം സിമ്പിൾസ് തന്നെയാണ്. കാരണം നമ്മുടെ മാപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കണം എന്നില്ല. അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് വന്നാലും മറ്റു രാജ്യക്കാർക്ക് വന്നാലും നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയാലും നമുക്ക് എന്താണ് മാപ്സ് വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റും ഈ സിമ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇവയെ കൺവെൻഷണൽ സിമ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് റോഡിനൊരു പെർട്ടിക്കുലർ സിമ്പിൾ ഉണ്ടായിരിക്കും. ലോകത്ത് എവിടെ പോയാലും ആ സിമ്പിൾ തന്നെയാണ് നമ്മൾ മാപ്സിൽ റോഡിന് കൊടുക്കുക. അതുപോലെ തന്നെ റെയിൽവേ ലൈൻസിന് ഒരു പെർട്ടിക്കുലർ സിമ്പിൾ ഉണ്ടായിരിക്കും, അതായിരിക്കും റെയിൽവേ ലൈൻസിന് കൊടുക്കുക. അതുപോലെ തന്നെ പോണ്ട്, അതുപോലെ ടെമ്പിൾ, പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ ഒബ്ജക്ട്സിനും ഒരു പെർട്ടിക്കുലർ കൺവെൻഷണൽ സിമ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 4.3 ഫിഗർ 4.3 കൺവെൻഷണൽ സിമ്പിൾസ് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ലൈൻ്റെ നോക്കൂ. റെയിൽവേ ലൈനിൻ്റെ തന്നെ 3 സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്രോഡ് ഗേജ് ആണ്, ദെൻ മീറ്റർ ഗേജിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെതും കൊടുത്തിട്ടുണ്ട്. 3 വ്യത്യസ്തമായിട്ടുള്ള സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റോഡിന് തന്നെ നോക്കൂ. മെറ്റൽഡ് ആയിട്ടുള്ള റോഡ്സിനും അൺമെറ്റൽഡ് ആയിട്ടുള്ള റോഡ്സിനും 2 സിമ്പിളാണ് ഉള്ളത്, രണ്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ടാർ ചെയ്തിട്ടുള്ള റോഡിനും ടാർ ചെയ്യാത്ത റോഡിനും. പിന്നെ ബൗണ്ടറീസ് നോക്കൂ. ഇൻ്റർനാഷണൽ ബൗണ്ടറി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി. പൊളിറ്റിക്കൽ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും, ഈ ഡിഫറൻസ് കാണാൻ പറ്റും. അത് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇൻ്റർനാഷണൽ ബൗണ്ടറിയും സ്റ്റേറ്റ് ബൗണ്ടറിയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ബൗണ്ടറിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിവർ, അതിനുള്ള സിമ്പിൾ കണ്ടോ, റിവറിൻ്റെ സിമ്പിൾ കണ്ടോ. അതുപോലെ തന്നെ വെൽ, കുളം, ടാങ്ക്, കനാൽ, ബ്രിഡ്ജ്, ഓരോന്നിനും ഓരോരോ സിമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്സിനുണ്ട് കണ്ടോ, ടെമ്പിൾ, ചർച്ച്, മോസ്ക്, അതിനൊക്കെ എന്താണ് സിമ്പിൾസ് ഉണ്ട്. ഇനി ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള സിമ്പിൾസ് കണ്ടോ. നമ്മുടെ പോസ്റ്റ് ഓഫീസിന് PO, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസിന് PTO, പോലീസ് സ്റ്റേഷന് PS, അങ്ങനെയുള്ള സിമ്പിൾസ് നമുക്ക് മാപ്സിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ കളറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെറ്റിൽമെൻറ്റ് കണ്ടോ. സെറ്റിൽമെൻറ്റ് കളർ എന്താണ്, റെഡ് കളറിലായിരിക്കും സെറ്റിൽമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ട്രീസ്, ഗ്രാസ്, അതൊക്കെ ഗ്രീൻ കളറായിരിക്കും. റിവേഴ്സ്, പോണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് കളറിലായിരിക്കും, ബ്ലൂ കളറിലായിരിക്കും. അങ്ങനെ ഓരോന്നും ഓരോ കളേഴ്സിലായിരിക്കും മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ മാപ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്കെച്ച്. എന്താണ് സ്കെച്ച്? സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കെയിലൊന്നും യൂസ് ചെയ്യാണ്ട് റഫായിട്ട് വരയ്ക്കുന്ന മാപ്സ് ആണ് സ്കെച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്കത് പ്രധാനമായിട്ടൊരു പർപ്പസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ പോയി പിന്നെ അവിടുത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു സ്കെച്ച് വരച്ചെടുക്കാൻ പറ്റും. ആ ഒരു ഏരിയ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്, ദെൻ ഇതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇത്രയും സ്ഥലത്ത് പാടമാണ്, ഇവിടെ ഒരു കുളമുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹം ചുമ്മാ ഒന്ന് റഫായിട്ട്, സ്കെയിലൊന്നുമില്ല, ഇത്ര സ്ഥലം അതായത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ വരച്ചു വയ്ക്കുന്ന സ്കെച്ചിലെ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലാൻഡിൽ 10 കിലോമീറ്റർ ആണ് എന്നുള്ള സ്കെയിലൊന്നും അദ്ദേഹം പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിന് തോന്നുന്ന പോലെ ഒന്ന് ഊഹത്തിൽ ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് ഒരു റഫായിട്ടുള്ള ഒരു സ്കെച്ചാണ് സ്കെച്ച് എന്നുദ്ദേശിക്കുന്നത്. സ്കെച്ച് മാപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റഫ് ഡ്രോയിങ് വിത്തൗട്ട് സ്കെയിൽ. ഓക്കെ, സച്ച് എ റഫ് ഡ്രോയിങ് വിത്തൗട്ട് സ്കെയിൽ ഈസ് നോൺ ആസ് സ്കെച്ച് മാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ്, പ്ലാൻ.
എന്താണ് പ്ലാനും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു സ്മോൾ ഏരിയയെ ലാർജ് സ്കെയിലിൽ വലുതായിട്ട് വരയ്ക്കുന്നതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ ലാർജ് സ്കെയിൽ മാപ്സിലും പഠിച്ചത്? എന്താ വ്യത്യാസം? വ്യത്യാസം ഉണ്ട്. ഈ ലാർജ് സ്കെയിൽ മാപ്സ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. എന്നാലും ഇപ്പം നമുക്ക് റൂമിൻ്റെ ലെങ്തും വെഡ്ത്തും ഒക്കെ അറിയണം. എങ്ങനെയാ അറിയുക? അതൊരിക്കലും ലാർജ് സ്കെയിൽ മാപ്പിൽ ഉണ്ടായിരിക്കില്ല. ബട്ട് പ്ലാനിലാണെങ്കിൽ അതുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ഒരു ഏരിയൻ്റെയൊക്കെ പ്ലാൻ വരയ്ക്കുക എന്ന് പറയില്ലേ, അതിലെങ്ങനെയാണ് കറക്റ്റ് ആ സ്ഥലത്തിൻ്റെ ലെങ്തും വെഡ്ത്തും ഒക്കെ നമുക്ക് കിട്ടും. അതിൽ അത് മാത്രമല്ല, ആ സ്ഥലത്തിന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുടെയും, അല്ലെങ്കിൽ ആ പ്ലാൻ വരച്ച സ്ഥലത്തിനുള്ളിൽ ഇപ്പോൾ ഉള്ള ഒരു ബിൽഡിങ്ങിലെ ലെങ്തും വെഡ്ത്തും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്ലാനിൽ നിന്ന് കിട്ടും. ബട്ട് നമുക്ക് ലാർജ് സ്കെയിൽ മാപ്സിൽ നിന്ന് അത് കിട്ടില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയില്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു ഇത്. മാപ്സ് നമ്മുടെ എർത്ത് സർഫസിനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് മാപ്സ് എന്ന് പറയുന്നത്. ദെൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, അറ്റ്ലസ്. അറ്റ്ലസ് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കുമല്ലോ. കുറേ മാപ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് എന്താ പറയുന്ന അറ്റ്ലസ് എന്ന് പറയുന്നത്. അതായത് അറ്റ്ലസിനകത്ത് ഒരു മാപ്പല്ല, ഒന്നിലധികം മാപ്പുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മാപ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. പലതരത്തിലുള്ള മാപ്സ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 3 ടൈപ്സ് ഓഫ് മാപ്സ് ആണ് ഇവിടെ പഠിച്ചത്. ഫിസിക്കൽ മാപ്സ്, പൊളിറ്റിക്കൽ മാപ്സ്, അതുപോലെ തന്നെ തീമാറ്റിക് മാപ്സ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താ പറയുക, ബൗണ്ടറീസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിറ്റീസ്, ടൗൺസ്, വില്ലേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. തീമാറ്റിക് മാപ്സ് ആണെങ്കിലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഇപ്പോൾ റോഡിൻ്റെ മാപ്പ് ആണെങ്കിൽ റോഡ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ആണെങ്കിൽ റിവേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നവയായിരിക്കും. ദെൻ കമ്പോണൻസ് ഓഫ് മാപ്സ്. 3 കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഡിസ്റ്റൻസ്, അത് മനസ്സിലാക്കണമെന്ന് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? സ്കെയിലിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസിനെ മാപ്പ് ഡിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ മാപ്പ് ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ ആണ്. ദെൻ ഡയറക്ഷൻ. ഡയറക്ഷൻ ഒരു N എന്ന ലെറ്ററും അതോടൊപ്പം ഒരു ആരോയും കൂടിയാണ് നമ്മുടെ മാപ്പിൽ കൊടുത്തേക്കുക. ടോപ്പ് റൈറ്റ് കോർണറിൽ കൊടുത്തേക്കും. നോർത്ത് മാത്രമേ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി ഡയറക്ഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ദെൻ സിമ്പിൾസ്. സിമ്പിൾസ് അറിയാമല്ലോ, പലതരത്തിലുള്ള സിമ്പിൾസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾസിനെയാണ് കൺവെൻഷണൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യലി കളേഴ്സൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു 2 കാര്യങ്ങളാണ് സ്കെച്ചും പ്ലാനും. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നും എന്താണ് മാപ്പും സ്കെച്ചും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.